വെച്ചാൽ ഒരു മനുഷ്യന് ഒരു ലെജൻഡ് ആവുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നമ്മുടെ ഓർമ്മ വെച്ച കാലം മുതൽ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കാലം മുതൽ മോഹൻലാൽ സൂപ്പർ സ്റ്റാറാണ്. അന്ന് മോഹൻലാലിൻ്റെ പടം ഇറങ്ങുമ്പോഴും ഇനീഷ്യൽ ഫുൾ എന്ന് പറയുന്ന സംഗതി അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. അത് നിലനിർത്താൻ കഴിയുന്നത് ചെറിയ കാര്യമല്ല ഇൻഡസ്ട്രിയിൽ. ഇപ്പോൾ നമ്മൾ A.R. റഹ്മാനെ കുറിച്ച് പറയും. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് വിളിക്കുന്നത്? A.R. റഹ്മാൻ 90കളിൽ പാട്ടുണ്ടാക്കി തുടങ്ങുമ്പോൾ A.R. റഹ്മാൻ മ്യൂസിക്കൽ എന്ന് കേൾക്കുമ്പോൾ എന്തോ ഒരു സംഗതി വരാനുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോഴും A.R. റഹ്മാൻ മ്യൂസിക്കൽ എന്ന് എഴുതി കാണിക്കുമ്പോൾ അദ്ദേഹം ഇന്ത്യയിൽ ഏറ്റവും പേയപ്പെടുന്ന മ്യൂസിക് ഡയറക്ടേഴ്സിൽ ഒരാളും അദ്ദേഹത്തിൻ്റെ പാട്ടെന്ന് പറയുമ്പോൾ അതിലെന്തോ ഒരു സംഗതി ഉണ്ടെന്ന് നമുക്ക് തോന്നുകയും ചെയ്യും. സെയിം എക്സ്പെക്ടേഷനാണ് നമുക്ക് മോഹൻലാലിനെ കുറിച്ചുള്ളത്. മോഹൻലാലിൻ്റെ പടം വരുന്നു പറയുമ്പോൾ അതിനകത്തൊരു സംഗതി ഉണ്ട് എന്ന് വിചാരിക്കുന്നു. അങ്ങനെ വിചാരിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഞാൻ നേരത്തെ സാറ് പറഞ്ഞ പോയിന്റിൽ തുടരാൻ അറിയിക്കുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ സംസാരിക്കുന്നത് മോഹൻലാലിൻ്റെ ദൃശ്യം എന്ന് പറയുന്ന സിനിമ 200 കോടിയായിരിക്കുന്നു. ഭയങ്കര നേട്ടമാണ്. അദ്ദേഹത്തിൻ്റെ ആരാധകർ ഭയങ്കര സന്തോഷത്തിലാണ്. മാധ്യമങ്ങൾ അതിനെ ഭയങ്കര കൗതുകത്തോടെ നോക്കുന്നു. ഇതിനെ മുഴുവനിരിക്കും കൗതുകത്തോടെ അല്ലാതെ നോക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് മോഹൻലാലായിരിക്കും. മോഹൻലാൽ അതിനെക്കുറിച്ച് ബോധേഡല്ല, സീരിയസ്ലി അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ വിഷു ദിനത്തിലൊരു ഇൻ്റർവ്യൂവിൽ ടെലിവിഷനിൽ ടെലിയിൽ പറയുന്നുണ്ടല്ലോ, അടുത്ത വരാൻ പോകുന്ന പടത്തെക്കുറിച്ചുള്ള എക്സ്പെക്ടേഷൻ എന്താണ് മോനെ, പടം നമ്മൾ ചെയ്ത് കഴിഞ്ഞല്ലോ, അതിപ്പോൾ എന്തെങ്കിലും ആട്ടെ ആ പടത്തിൻ്റെ അവസ്ഥ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത് അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ ഭയങ്കര ബിഗ് ബഡ്ജറ്റ് പടങ്ങളൊക്കെ ഒളിഞ്ഞു പോയ സന്ദർഭം ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പം അറബിക്കടലിൻ്റെ സിംഹം, മരക്കാർ, അതൊന്നും ഭയങ്കരമായ എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്പെൻഡ് ചെയ്ത പടമാണ്. പക്ഷേ ആ നിലക്കുള്ള റിസൾട്ട് പക്ഷേ ആ പൊളിഞ്ഞൊന്നും അദ്ദേഹത്തെ ബാധിച്ചിട്ടില്ല എന്നതുപോലെ തന്നെ ദൃശ്യത്തിൽ 200 കോടി ഉണ്ടാക്കുന്നതും അദ്ദേഹത്തെ ബാധിക്കുന്ന കാര്യമല്ല. ഞാനൊരു നടൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു, നിങ്ങൾ വരൂ എന്നെ ഉപയോഗിച്ചിട്ട് പോയിക്കോളൂ, നിങ്ങൾ ആ പ്രോഡക്റ്റ് കൊണ്ടുപോയി എന്ത് ചെയ്യുന്നുള്ളത് എൻ്റെ വിഷയമല്ല എന്നുള്ള മട്ടിൽ അദ്ദേഹം എപ്പോഴും എന്നെ സമീപിക്കുന്നു.